ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. പാലക്കാട് എറണാകുളം മെമു ട്രെയിനിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും പ്രത്യേക ഇരിപ്പിടങ്ങൾ അനുവദിക്കണമെന്നും അറ്റകുറ്റപ്പണികളുടെ പേരിൽ ചൊവ്വാഴ്ചകളിൽ നടത്തുന്ന സർവീസ് മുടക്കം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും റെയിൽവേ മന്ത്രിക്കും നിവേദനം നൽകി. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗം കെ ശശിധരനാണ് യാത്രക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധികൃതർക്ക് നിവേദനം നൽകിയത്. പാലക്കാട് എറണാകുളം മെമു ട്രെയിനിലെ കോച്ചുകളുടെ എണ്ണം 8-ൽ നിന്നും 12ആയി റെയിൽവേ അടുത്തിടെ ഉയർത്തിയിരുന്നു. കോച്ചുകൾ കുറവായതിനാൽ യാത്രക്കാർ അനുഭവിച്ചിരുന്ന ദുരിതത്തെക്കുറിച്ച് മാധ്യമങ്ങൾ വാർത്ത നൽകിയതിനെ തുടർന്നായിരുന്നു റെയിൽവേയുടെ ഈ നടപടി. ഇത് ദിനംപ്രതി ഈ ട്രെയിനിനെ ആശ്രയിക്കുന്ന നൂറുകണക്കിന് യാത്രക്കാർക്ക് വലിയ സന്തോഷം നൽകിയിരുന്നു. എന്നാൽ കോച്ചുകൾ വർദ്ധിപ്പിച്ചിട്ടും ഇരിക്കാൻ സീറ്റില്ലാതെ നിരവധി യാത്രക്കാരാണ് ഇപ്പോഴും നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ട്രെയിനിലെ കോച്ചുകളുടെ എണ്ണം അടിയന്തരമായി 16ആക്കി ഉയർത്തണമെന്നാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യം. രാവിലെ 7:20 പാലക്കാട്ട് നിന്നും പുറപ്പെടുന്ന മെമു ട്രെയിൻ 8:20 വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. നൂറുകണക്കിന് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ദിനംപ്രതി 400-ലധികം യാത്രക്കാരാണ് വള്ളത്തോൾ നഗറിൽ നിന്നും മാത്രം ഈ ട്രെയിനിനെ ആശ്രയിക്കുന്നത്. സമാന രീതിയിൽ ഉച്ചയ്ക്ക് 2:40 എറണാകുളത്ത് നിന്നും പുറപ്പെടുന്ന ട്രെയിൻ വൈകിട്ട് 5:20 വള്ളത്തോൾ നഗറിലെത്തുമ്പോഴും ഇവിടെ ഇറങ്ങാൻ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകാറുണ്ട്. ദീർഘദൂര ട്രെയിനുകളിൽ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കുമായി പ്രത്യേക കോച്ചുകളും അടിസ്ഥാന സൗകര്യങ്ങളും റെയിൽവേ ഒരുക്കാറുണ്ടെങ്കിലും മെമു ട്രെയിനുകളിൽ ഇത്തരം സംവിധാനങ്ങളില്ലാത്തത് ഇക്കൂട്ടരെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതിനാൽ മെമു ട്രെയിനുകളിൽ തൽക്കാലം 10% സീറ്റുകളെങ്കിലും ഭിന്നശേഷിക്കാർക്കും മുതിർന്നവർക്കുമായി മാറ്റിവെക്കണമെന്ന നിവേദനത്തിലൂടെ ആവശ്യപ്പെടുന്നു. ഭിന്നശേഷി വകുപ്പിനും ഇതിന്റെ ഭാഗമായി നിവേദനം കൈമാറിയിട്ടുണ്ട്. മെമു ട്രെയിനിൽ ഭിന്നശേഷി കോച്ച് ഇല്ല. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് സീറ്റ് റിസർവ് ചെയ്യപ്പെട്ടിട്ടില്ല. എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകളിൽ ഭിന്നശേഷി കോച്ച് നിലവിലുണ്ട്. അതുകൊണ്ട് ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും യാത്ര ചെയ്യാൻ വളരെ പ്രയാസമായതിനാൽ എൽഡർ ബഡ്ജറ്റ് അടങ്ങുന്ന നമ്മുടെ രാഷ്ട്രത്തിന് ഇത് അതിപ്രധാനമാണെന്നുള്ള ഇന്ത്യൻ റെയിൽവേയോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിക്കും റെയിൽവേ മിനിസ്റ്ററിനും ഡിവിഷണൽ റെയിൽവേ മാനേജരും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കടക്കം ഞങ്ങൾ പരാതി നൽകിയിട്ടുള്ളതാണ്. അതിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് DRECC മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുന്നു. You are watching VCV News.